ഓക്കേ, അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ഫേസ് മസാജറിനെ പറ്റിയാണ്. ഈ മസാജർ സാധാരണക്കാർക്കായ എല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു മസാജറിനെ പറ്റി ഞാൻ നേരത്തെ ഒരു ഡെമോ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ താടിയിലൊക്കെ ഇറങ്ങുന്ന സാഗിങ് അതൊക്കെ ടൈറ്റൻ ചെയ്യാൻ വളരെ നല്ലതാണ്. ഈ മസാജർ നമ്മൾ വാങ്ങി വെച്ചിരുന്നാൽ സ്വന്തമായിട്ട് നമുക്ക് ദിവസം ഇതുപോലൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ സാഗിങ് ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതിരിക്കും. ഇതിനെ പറ്റിയൊരു ഡെമോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ ഓരോ മസാജുകൾ നമുക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ കുട്ടികൾക്കൊക്കെ ഈ മുഖക്കുരുവിൻ്റെ പാടുകൾ, മുഖക്കുരു ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. വെച്ച് ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാജറാണ് ഇത് നമ്മൾ ഓണാക്കാൻ സ്വിച്ചുണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ ലൈറ്റിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓരോ ലൈറ്റുകളും പല പല ട്രീറ്റ്മെൻറ്റിന് ഉള്ളതാണ്. ഇപ്പം നമുക്ക് ബ്ലൂ ലൈറ്റാണ് ഉള്ളത്. അത് ആക്നിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു ബട്ടണോട് പ്രസ് ചെയ്താൽ അത് റെഡ് ലൈറ്റായിട്ട് മാറുന്നതാണ്. ഓരോ ലൈറ്റും ഓരോ സ്കിന്നിൻ്റെ ഉപയോഗത്തിന് വേണ്ടി ഉള്ളതാണ്. സ്കിൻ ടൈറ്റൻ ചെയ്യാനും സാഗിങ് കുറയ്ക്കാനൊക്കെ നമുക്ക് വളരെ പ്രയോജനമുള്ളതാണ് ഈ മസാജർ. ഇത് നമ്മൾ വാങ്ങി വെച്ച് ഉപയോഗിക്കുക. നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് ഏതെങ്കിലും ഒരു ആൻറ്റി ഏജിങ് സിറം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള കുഞ്ഞു റിങ്കിൾസ് വരെ പോകും. അതേപോലെ ഈ വൈറ്റമിൻ സിയുടെ ക്യാപ്സൂൾ ഒരെണ്ണം പൊട്ടിച്ച് നമ്മൾക്ക് ഇതേപോലെ ഫേസിലിട്ടതിന് ശേഷം ഈ മസാജർ വെച്ച് നമുക്ക് മസാജ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ നല്ല സോഫ്റ്റ് ആകുകയും ടൈറ്റൻ ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇത് സ്വന്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാജിങ് ആണ്. ഇത് ചാർജ് തീർന്ന് നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്തിരുന്നാൽ മതി, സ്വന്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേറൊരു മസാജറാണ് ഇത് ബാറ്ററിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് മസാജിങ്ങിന് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഈ മസാജർ വെച്ച് നമുക്ക് ദിവസവും മുകളിലോട്ട് ഇതേപോലെ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാഫ് ലൈനൊക്കെ കുറയുകയും ആ ചിരിക്കുമ്പോഴുള്ള ഒരു ലൈൻ നമുക്ക് ഇല്ലാതാകുകയും അതുപോലെ നെറ്റിയിലുള്ള ചുളുക്കൊക്കെ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വളരെ ഉപയോഗമുള്ളതാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂളും വൈറ്റമിൻ സിയും. ഇതെല്ലാം വാങ്ങി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്ലീനപ്പ് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഒരു ക്ലെൻസ് വേണം. അതിനുശേഷം വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ വേണം. ഇത് നമുക്ക് സ്കിന്നിന് ഉള്ള പാടുകളൊക്കെ കുറയ്ക്കാൻ കഴിയും. അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു റിങ്കിൾസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വൈറ്റമിൻ സിയും കൂടെ വാങ്ങി നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ക്ലീനപ്പ് ചെയ്യാൻ പറ്റും. 40 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ
ഒരു ആൻറ്റി ഏജിങ് സിറം കൂടെ വാങ്ങി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു ക്ലീനപ്പ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് ഈ ക്ലെൻസ് വെച്ച് മുഖം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം 2 മിനിറ്റ് മസാജ് കൊടുത്ത് ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് മസാജറാണ് ഈ കാണുന്നത്. ഇതിനൊരു നമുക്ക് വയ്ക്കാൻ വേണ്ടി ഒരു അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് വെച്ചാണ് സൂക്ഷിക്കേണ്ടത്. ഇത് നമ്മൾ ചാർജ് ചെയ്താണ് ഇതും ഉപയോഗിക്കുന്നത്. 2 ദിവസം കൂടുമ്പോൾ ഇത് ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുൾ വർക്ക് ചെയ്താലും ആ ചാർജ് തീരുന്നതല്ല. ആദ്യമായിട്ട് നമുക്ക് ഇത് ഓണാക്കുന്ന സ്വിച്ചുണ്ട്, അതൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഒരു മസാജിങ്ങിൻ്റെ ഉപയോഗം മാത്രമേ കിട്ടുകയുള്ളൂ. ഇത് ഓണാക്കി കഴിഞ്ഞ ഉടനെ ഒരു കൊച്ച് ലൈറ്റ് അവിടെ നമുക്ക് കത്തുന്നതായി കാണാം. ഇതൊരു മൈൽഡായിട്ടുള്ളൊരു മസാജിങ് മാത്രമേ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കിതിൽ കിട്ടുകയുള്ളൂ. ആദ്യം നമ്മളിത് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇത് വെച്ച് ലൈറ്റായിട്ടൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഡെഡ് സ്കിന്നുകളും നീക്കം ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റിയതിന് ശേഷം സെക്കൻഡ് മോഡിലേക്ക് നമുക്ക് ഓണാക്കാം. അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ മസാജർ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ച് ആ സിറം ഫേസിലിട്ടതിന് ശേഷം ഈ രണ്ടാമത്തെ മോഡിൽ മസാജ് ചെയ്യാവുന്നതാണ്. വൈറ്റമിൻ ഇ ഇട്ടതിന് ശേഷം നമുക്ക് മുഖം ഫുള്ള്, ഫേസ് ഫുള്ള് ഈ മസാജർ വെച്ച് ഇത് നമുക്ക് കൂടുതലായിട്ട് മസാജ് കിട്ടുന്നതും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതും നമ്മളിപ്പോൾ ഇട്ട ഈ വൈറ്റമിൻ ഇ സിറം സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഇട്ട ഈ സിറത്തിന് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ തുടച്ച് മാറ്റുക. അതിനുശേഷം വൈറ്റമിൻ സിയുടെ ഒരു ക്യാപ്സൂൾ എടുക്കുക, പൊട്ടിച്ച് ആ സിറവും നമ്മൾ വീണ്ടും മുഖം ഫുൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം മൂന്നാമത്തെ മോഡ് ഓണാക്കി കുറേ നല്ലതായിട്ടുള്ള മസാജ് ആ മസാജർ വഴി നമുക്ക് കിട്ടുന്നതാണ്. ഇതെല്ലാം നമ്മുടെ സ്കിന്നിലോട്ട് നമ്മളിട്ട സിറം അബ്സർവ് ചെയ്യാൻ സഹായിക്കും. നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മസാജറും വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, ക്ലെൻസ് ഒരു പാക്ക് ഇത്രയും വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഫംഗ്ഷനോ എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ളിടത്ത് പോകുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ക്ലെൻസ് ചെയ്യുക, രണ്ടാമത് ഇതേ മസാജർ വെച്ചിട്ട് നല്ലതായിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് തുടച്ചതിന് ശേഷം വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ 1 2 എണ്ണം എടുത്ത് പൊട്ടിച്ച് ആ സിറം ഫുൾ ഫേസിൽ ഇടുക. അത് വെച്ച് ഈ മസാജറിൻ്റെ മൂന്നാമത്തെ മോഡ് വെച്ച് നമ്മൾ മസാജ് ചെയ്യുക. ഡീപ്പായിട്ട് ഡെഡ് സ്കിന്ന് പോവുകയും മുഖം നല്ല ക്ലീൻ ആകുകയും ബ്രൈറ്റൻ ചെയ്യുകയും ചെയ്യും. ഇത് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്.
വൈറ്റമിൻ സി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ റിങ്കിൾസ്, ഫൈൻ ലൈൻ, അതുപോലെ ആൻറ്റി ഏജിങ് ക്രീം, സിറം, ക്ലെൻസ് ഇതെല്ലാം നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കുക. അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇതേ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് മുഖം തുടച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാക്ക് ഇതിൻ്റെ കൂടെ തന്നെ, ആ മസാജറിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ നിന്ന് ആ കവർ ഓപ്പൺ ചെയ്ത് ഒരു ഫേസ് പാക്ക് ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നതാണ്, ഈ പേപ്പർ രൂപത്തിൽ കട്ടിയായിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ചെറിയൊരു ബൗളിനകത്ത് എടുത്ത് ഇതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ച് ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് കുതിർന്ന് വലുതാവുകയും ഇതേപോലെ വലിപ്പത്തിൽ നമുക്ക് കിട്ടുകയും ഇത് ഫേസിൽ വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ആൻറ്റി ഏജിങ് മാസ്കാണ്. അത് കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷം നമുക്കിത് തന്നെ എടുത്ത് മുഖം റബ്ബ് ചെയ്ത് തുടയ്ക്കാവുന്നതാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഈ മസാജർ നമുക്ക് ഇതുപോലെ തന്നെ ആ ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഓരോ മെഷീനും നമുക്ക് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാം. സാഗിങ് കളയാം, സ്കിൻ ടൈറ്റൻ ചെയ്യാം, ആക്നിയുടെ പാടുകൾ കുറയ്ക്കാം, ആക്നി വരാതാക്കാം, ക്ലീൻ ചെയ്യാം. ഇതെല്ലാം നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിച്ച് എല്ലാവരും ഉപയോഗിക്കുക. സ്കിൻ നല്ലതായി ഉപയോഗിക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ, ബൈ.